ഏകദേശം 49ഓളം തസ്തികകളിൽ കേരള PSC പുതിയ വിജ്ഞാപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോസ്റ്റുകളെന്നും അതിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻസ് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായും എല്ലാ വിഭാഗക്കാരും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാ കാറ്റഗറിക്കാരും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. കാരണം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, അതിൻ്റെ കാറ്റഗറി നമ്പറും അതുപോലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിലേതാണ് കേട്ടോ. അപ്പോൾ ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിലെ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 593/2021 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പോസ്റ്റുകൾ ഇപ്പോൾ കേരള PSC സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് UGCയുടെ മാനദണ്ഡ പ്രകാരമാണ്. അതേപോലെ ഒഴിവുകൾ 3 ഒഴിവുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പോസ്റ്റിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ആ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നമുക്ക് രണ്ടാമത്തേന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 594/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ്. ഇത് സോയിൽ സർവേ ഓഫീസർ കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിൻ്റേതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശമ്പളം കണ്ടല്ലോ, 55,000 മുതൽ ഏകദേശം 1,15,000 വരെ വരുന്ന ശമ്പള സ്കെയിലാണ് നമ്മുടെ സോയിൽ കൺസർവേഷൻ ഓഫീസർ കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിൻ്റേത് വരുന്നത്. ഒഴിവെന്ന് പറയുന്നത് ഒരു ഒഴിവേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രായവും തീയതികളും പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. യോഗ്യതകൾ കണ്ടല്ലോ, കൃഷിശാസ്ത്രം അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം പോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തേന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 595/2021 ആണ്. ഇത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് ക്വാളിഫൈഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഫൈലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അടുത്തെന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 596/2021 എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ 597/2021 ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ പട്ടികജാതി വികസന വകുപ്പിലേക്കുള്ളതാണ്. ഇതിൻ്റെ ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ യോഗ്യതയുള്ളവരാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അടുത്തെന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 598/2021 ഡ്രില്ലിംഗ് അസിസ്റ്റൻറ്റ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ IT പോലുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 598/2021 എന്ന് പറയുന്ന നമ്പർ നോട്ട് ചെയ്ത ശേഷം നിങ്ങളൊന്ന് പ്രൊഫൈലിൽ സെർച്ച് ചെയ്ത് നോക്കുക. അടുത്തെന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 599/2021 എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ശമ്പളം, ഇതിൻ്റെ ഒഴിവുകളെന്ന് പറയുന്നത് 2 ഒഴിവുകൾ മാത്രമാണ് ഇതിലേക്കുള്ളത്. അപ്പോൾ ശമ്പളം എന്ന് പറയുന്നത് 22,000 മുതൽ 48,000 വരെ വരുന്ന ശമ്പള സ്കെയിലാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക, ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത കാറ്റഗറി നമ്പർ 600/2021 ആണ്. കാറ്റഗറി നമ്പർ 600/2021 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാണ്. ഇത് നല്ലൊരു പോസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. ഇതിൻ്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 600/2021 ആണ്. 600/2021 ആണ് കാറ്റഗറി നമ്പർ, നമ്മുടെ പ്രിസൺ ഓഫീസറിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം വരുന്നത് 20,000 മുതൽ 45,800 വരെ വരുന്ന ശമ്പള സ്കെയിലാണ് പ്രിസൺ ഓഫീസറിൻ്റേത്. ഒഴിവുകൾ ഏകദേശം 30ഓളം ഒഴിവുകളുണ്ട്. ഭിന്നശേഷിക്കാർക്കും വനിതകൾക്കും അപേക്ഷിക്കാൻ ഇതിന് കഴിയത്തില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കാറ്റഗറി നമ്പർ 600/2021 ഭിന്നശേഷിക്കാർക്കും അതേപോലെ തന്നെ വനിതകൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രായപരിധി കണ്ടല്ലോ, 18 മുതൽ 36 വരെയാണ്. 2/1/1985 മുതൽ 1/1/2003 വരെ ഉള്ളവർക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, അപേക്ഷിക്കാനായിട്ട് കഴിയും. അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ SSLC JM അല്ലെങ്കിൽ തത്തുല്യമാണ്. ശാരീരിക യോഗ്യതകളുടെ കാര്യവും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 165 സെൻറ്റിമീറ്റർ ഉയരം, പട്ടിക വിഭാഗത്തിനാണെങ്കിൽ അത് 160 സെൻറ്റിമീറ്റർ ഉയരം മതി. അതുപോലെ തന്നെ പൂർണ്ണ ഉച്ഛ്വാസത്തിൽ കുറഞ്ഞത് 81.3 സെൻറ്റിമീറ്റർ നെഞ്ചളവും 5 സെൻറ്റിമീറ്റർ നെഞ്ച് വികാസവും ഇതിനകത്ത് വേണമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ കാഴ്ചശക്തിയുടെ കാര്യവും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു നോട്ടും കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ കാഴ്ചശക്തിയുടെ കേസും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്.
മറക്കരുത്. അടുത്തെന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 601/2021 ജൂനിയർ അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ശമ്പളം കണ്ടല്ലോ. അപ്പോൾ ഒഴിവുകൾ 6 ഒഴിവുകളോളം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലേക്കും യോഗ്യതയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബിരുദം അല്ലെങ്കിൽ ഓഫീസ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൂടി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അതിനുശേഷം 602/2021 എന്ന് പറയുന്നതാണ്. അത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റേതാണ്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ 602/2021 നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം വരുന്നത് കാറ്റഗറി നമ്പർ 603/2021 ലബോറട്ടറി അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് വിഭാഗം സൊസൈറ്റി കാറ്റഗറിയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രായപരിധിയുടെ കാര്യം പറയുന്നുണ്ട്. യോഗ്യതയുടെ കാര്യം കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത ശേഷം ഈ യോഗ്യതയുടെ കാര്യം കൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ 603 കേട്ടോ ഇതിൻ്റെ കാറ്റഗറി നമ്പർ. പിന്നെ വരുന്നത് 604/2021 അത് EDP അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് വിഭാഗത്തിൻ്റെ ജനറൽ കാറ്റഗറിയിലേക്ക് വരുന്ന പോസ്റ്റാണ് ഈ 604/2021 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ യോഗ്യതയുടെ കാര്യങ്ങളുണ്ടല്ലോ. ആർട്സ്, സയൻസ്, കൊമേഴ്സ് ബിരുദം, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂടി ഇതിനകത്ത് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ 604/2021 ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വരുന്നത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 605/2021 ഇതും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിനും സെയിം ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ കാറ്റഗറി നമ്പർ 606/2021 അത് മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ മിക്സിംഗ് യാർഡ് സൂപ്പർവൈസറിൻ്റേതാണ്. ശമ്പളം കണ്ടല്ലോ 4,000 മുതൽ 12,000 വരെയുള്ള ശമ്പളമാണ്. ഒഴിവ് 2 ഒഴിവ് മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രായപരിധിയുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. യോഗ്യത കണ്ടല്ലോ SSLC. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ മിക്സിംഗ് യൂണിറ്റിൽ 5 വർഷം പ്രവൃത്തി പരിചയമൊക്കെ വേണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 606/2021 അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത് വരുന്നത് 607/2021 607 എന്ന് പറയുന്നത് മിക്സിംഗ് യാർഡ് സൂപ്പർവൈസറിൻ്റെ സെയിം കാര്യം തന്നെയാണ്. അതിൻ്റെ വിഭാഗം 2 എന്ന് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യുക. അടുത്ത് വരുന്നൊരു പ്രധാനപ്പെട്ടതാണ് കാറ്റഗറി നമ്പർ 608/2021 ഇത് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡിലേക്കും കോർപ്പറേഷനിലേക്കുമുള്ള ടൈപ്പിസ്റ്റിൻ്റെ ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇത് 608/2021 ഈ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടല്ലോ ശമ്പളം ബന്ധപ്പെട്ട കമ്പനി ബോർഡ് കോർപ്പറേഷനുകളാണ് നിശ്ചയിക്കുന്നത്. ഒഴിവ് അത്യാവശ്യം ഒഴിവുകൾ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഏജിൻ്റെ കാര്യം പറയുന്നുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഇതിൻ്റെ യോഗ്യത ഉണ്ടല്ലോ SSLC അല്ലെങ്കിൽ തത്തുല്യം. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങിൽ ഇംഗ്ലീഷ് ഹയർ, അതേപോലെ ടൈപ്പിൻ്റെ തന്നെ ബാക്കി കോഴ്സുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ടൈപ്പിൻ്റെ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. കാറ്റഗറി നമ്പർ 608/2021 ഓക്കെ. അടുത്ത് വരുന്നത് കാറ്റഗറി നമ്പർ 609/2021 ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ളത്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. ശമ്പളം കണ്ടല്ലോ. ശമ്പളം ബന്ധപ്പെട്ട കമ്പനി ബോർഡുകളായിരിക്കും നിശ്ചയിക്കുന്നത്. അതേപോലെ ഒഴിവുകൾ ആവശ്യത്തിന് ഒഴിവുകൾ കാണും. പ്രായം 18 മുതൽ 36 വരെയാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറിയാമല്ലോ. ഏഴാം ക്ലാസ് ജയമാണ് ഒന്നാമത്തേത് വരുന്നത്, അല്ലെങ്കിൽ തത്തുല്യം. അതേപോലെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം. വനിതകളെയും പിന്നെ ഭിന്നശേഷിക്കാരും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും സൈക്കിൾ ചവിട്ടണമെന്ന് അറിയേണ്ട കാര്യമില്ല. അതേസമയം ബാക്കിയുള്ളവരാണെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. 7ാം ക്ലാസ് യോഗ്യതയുള്ള 609/2021 ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത് വരുന്നത് കാറ്റഗറി നമ്പർ 610/2021 എന്ന് പറയുന്നത് അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അതേപോലെ അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ്റ് ക്ലർക്ക്, പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 മുതലായ സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി ബോർഡുകളും കോർപ്പറേഷനിലേക്കുള്ളതാണ്. അപ്പോൾ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. 610/2021 കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. 610 കേട്ടോ. 610/2021 കാറ്റഗറി നമ്പർ വരുന്നത്. 610/2021 നോട്ട്
ചെയ്യുക, ശ്രദ്ധിക്കുക. അടുത്ത് വരുന്നത് ജില്ലാതല റിക്രൂട്ട്മെൻ്റ് ആണ്. ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലത്തിലേതാണ്. അത് കാറ്റഗറി നമ്പർ 612/2021. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ 612 ലാംഗ്വേജിൻ്റേതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വരുന്ന 613/2021 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ. വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതിൽ ഒരു സുവർണാവസരം കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാറ്റഗറി നമ്പർ 613 ആണ്. 613/2021 നിങ്ങളുടെ ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ, വനിതകൾക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ നമ്മുടെ കാറ്റഗറി നമ്പറാണ് 613/2021. ശമ്പളം കണ്ടല്ലോ 20,000 മുതൽ 45,000 വരെ വരുന്നതാണ്. ആവശ്യത്തിന് ഒഴിവുകൾ ഉണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. കാര്യം ഇത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറാണ്. അതുപോലെ തന്നെ ഒന്നിലധികം ജില്ലകളിൽ അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രായത്തിൻ്റെ കാര്യം അറിയാമല്ലോ, 19 മുതൽ 31 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തക്കതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള സ്ത്രീകൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണാവസരമാണ് നമ്മുടെ ഈ കാറ്റഗറി നമ്പർ 613/2021. പിന്നെ വരുന്നത് കാറ്റഗറി നമ്പർ 614/2021 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്. സംസ്കൃതത്തിൻ്റേതാണ്. അപ്പോൾ സംസ്കൃതത്തിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്ന ലാസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 615/2021 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ ഹിന്ദി ടീച്ചറിനാവാനായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ ഈ ഒരു 615 കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ NCA'യുടെ പോലുള്ള ബാക്കിയുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ VFAയുടെ ക്ലാസ്സുകൾ നാളെ തൊട്ട് ആരംഭിക്കും. അതുപോലെ തന്നെ CPOയുടെ ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അതിനകത്ത് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. എക്സൈസിൻ്റെയും ഫയർമാൻ്റെയും ക്ലാസ്സുകളും ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോസ് കാണുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതുതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസിനും ക്ലാസ്സുകൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.